വെൽക്കം ടു സ്റ്റഡി വിത്ത് പി എസ് സി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ ഇതിൽ നിന്നെല്ലാമുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. 2026 AI നിർമ്മിത ബുദ്ധി ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടന്നു. 2026 AI നിർമ്മിത ബുദ്ധി ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ആദ്യമായി അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. 15.79 കിലോമീറ്ററാണ് ദൈർഘ്യം. രാജ്യത്ത് ആദ്യമായി അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. 15.79 കിലോമീറ്ററാണ് ദൈർഘ്യം. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25 ഇമ്പോർട്ടൻ്റ് ആണേ. സ്വരാജ് ട്രോഫി പുരസ്കാരമൊക്കെ മിക്ക പരീക്ഷകളിലും എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം തിരുവനന്തപുരം ജില്ലയിലാണ്, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കലാണ്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25 മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ആൻഡ്രി ഗൈറോവ് നിയമിതനായി. ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ആൻഡ്രി ഗൈറോവ് നിയമിതനായി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു. ബംഗ്ലാദേശിലെ നിലവിലെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാനാണ്. ഉദയ് കോട്ടക്ക് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ഗിഫ്റ്റ് സിറ്റിയുടെ ചെയർമാനായി നിയമിതനായി. ഉദയ് കോട്ടക്ക് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, അതായത് ഗിഫ്റ്റ് സിറ്റി, അതിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായി ഉദയ് കോട്ടക്ക്. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് ഗുഡ്വിൽ അംബാസിഡർ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? കേരള സവാരി. ഈ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ സഞ്ജു സാംസൺ ആണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് ഗുഡ്വിൽ അംബാസഡർ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസായി
മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? മീററ്റ് മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് മീററ്റ് മെട്രോ. ലോക മത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്നു. ലോക മത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്നു. റഷ്യയുടെ തലസ്ഥാനം എവിടെയാണ്? മോസ്കോ. അപ്പോൾ അവിടെയാണ് ലോക മത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്നിരിക്കുന്നത്. ഓക്കെ. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച നൂതന പദ്ധതിയാണ് നവോത്ഥൻ. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച നൂതന പദ്ധതിയാണ് നവോത്ഥൻ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ആന്ധ്രാപ്രദേശ് നിയമസഭ. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ആന്ധ്ര നിയമസഭ. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് കണ്ണൂർ. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് കണ്ണൂർ. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമാണ് വിഷൻ 2031. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമാണ് വിഷൻ 2031. രാജസ്ഥാനിലെ പൊഖ്റാനിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് വായുശക്തി 2026. രാജസ്ഥാനിലെ പൊഖ്റാനിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് വായുശക്തി 2026. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട് കേരളത്തിൻ്റെ പാവക്കഥകളി. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട് കേരളത്തിൻ്റെ പാവക്കഥകളി. വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ സി സ്നൂട്ട്ബോം അന്തരിച്ചു. പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. ശങ്കർ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡ്രെയിൻ അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ VV വിജയൻ അന്തരിച്ചു. അന്തരിച്ചവരാരൊക്കെയാണ്? വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ സി സ്നൂട്ട്ബോൾ അന്തരിച്ചു. പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. ശങ്കർ എന്ന തൂലികാനാമത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡെയിൻ അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ VV വിജയൻ അന്തരിച്ചു. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം. രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയം ഉത്തർപ്രദേശിലെ മഥുരയിൽ നിലവിൽ വരുന്നു. രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയം ഉത്തർപ്രദേശിലെ മഥുരയിൽ നിലവിൽ വരുന്നു. കൂടിയാട്ട ആചാര്യൻ വേണുജി സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ
കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കുളൂർ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 പുരസ്കാരങ്ങൾ. കൂടിയാട്ടം ആചാര്യൻ വേണുജി, സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കുളൂർ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 പുരസ്കാരങ്ങൾ. പ്രഥമ കാന്തല്ലൂരപ്പൻ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. പ്രഥമ കാന്തല്ലൂരപ്പൻ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ബാഫ്തയിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി ലക്ഷ്മിപ്രിയാദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രം ബൂങ് തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ്, അതായത് ബാഫ്ത അവാർഡിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി ലക്ഷ്മിപ്രിയാദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രം ബൂങ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ്, അതായത് ബാഫ്ത അവാർഡിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ബൂങ്. അതൊരു മണിപ്പൂരി ചിത്രം ആണ് കേട്ടോ. മണിപ്പൂരി ചിത്രമായ ബൂങ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ദേവിയാണ്. അപ്പം ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ്, അതായത് ബാഫ്ത അവാർഡിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രം ബൂങ് തിരഞ്ഞെടുക്കപ്പെട്ടു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡി വുഡിൻ്റെ ഭാഷാ കേസരി പുരസ്കാരം കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡി വുഡിൻ്റെ ഭാഷാ കേസരി പുരസ്കാരം കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക്. മികച്ച കൃതിക്കുള്ള ഇൻഡി വുഡിൻ്റെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരം സാഹിത്യകാരനും ഗാനരചയിതാവുമായ MD രാജേന്ദ്രന്. മികച്ച കൃതിക്കുള്ള ഇൻഡി വുഡിൻ്റെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരം സാഹിത്യകാരനും ഗാനരചയിതാവുമായ MD രാജേന്ദ്രന്. തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് മികച്ച ജില്ലാ കളക്ടർക്കും മികച്ച കളക്ട്രേറ്റിന് തിരുവനന്തപുരം കളക്ട്രേറ്റിനും സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങൾ. തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് മികച്ച ജില്ലാ കളക്ടർക്കും മികച്ച കളക്ട്രേറ്റിന് തിരുവനന്തപുരം കളക്ട്രേറ്റിനും സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങൾ. പ്രഥമ ഏഷ്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. പ്രഥമ ഇന്ത്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. പ്രഥമ ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നോർവേയുടെ മാഗ്നസ് കാൾസന് കിരീടം. പ്രഥമ ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നോർവേയുടെ മാഗ്നസ് കാൾസന് കിരീടം. വനിതകളുടെ റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ ബംഗ്ലാദേശിനെ 46 റൺസിന് പരാജയപ്പെടുത്തി. വനിതകളുടെ റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ ബംഗ്ലാദേശിനെ 46 റൺസിന് പരാജയപ്പെടുത്തി. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിന്. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിന്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ഹർമൻപ്രീത് കൗർ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ഹർമൻപ്രീത് കൗർ. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. India's ranks 3rd in Global AI Vibrancy Index 2025.
ഗ്ലോബൽ AI വൈബ്രൻസി ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് 3rd ആണ് കേട്ടോ. ഇന്ത്യക്ക് 3ാം സ്ഥാനം. ഇന്ത്യസ് റാങ്ക്സ് 3rd ഇൻ ഗ്ലോബൽ AI വൈബ്രൻസി ഇൻഡെക്സ് 2025. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡിലെ ജനീവ വേദിയാകും. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡിലെ ജനീവ വേദിയാകും. 2028 നിർമ്മിത ബുദ്ധി AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് UAE ആതിഥേയത്വം വഹിക്കും. 2028 നിർമ്മിത ബുദ്ധി AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് UAE ആതിഥേയത്വം വഹിക്കും. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനം. USA, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. അപ്പോൾ 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനം. US, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി വരുന്ന PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഡിഗ്രി ലെവൽ പ്രിലിംസൊക്കെ എത്തിപ്പോയി. മെയ് 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ ഏപ്രിലുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പം 10th മെയിൻസ് എക്സാം മെയിലുണ്ടല്ലേ. അങ്ങനെ എക്സാമുകളെല്ലാം വരവായി. ഇപ്പോൾ ഈ മാർച്ച് മാസം അങ്ങനെ പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നുമില്ല. ദേവസ്വം ബോർഡിൻ്റെ ഒരു LD ക്ലർക്ക് മാത്രമേ ഉള്ളൂ. ഏപ്രിൽ മെയ് തൊട്ടങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും ഇനി തൊട്ടെങ്കിലും, ഇന്ന് വരെ പഠിക്കാത്തവരാണെങ്കിൽ പോലും ഇനി നാളെ തൊട്ടെങ്കിലും ഒന്നുകിൽ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ ഡെയിലി ഒരു 4 അല്ലെങ്കിൽ 6 മണിക്കൂർ ഏതെങ്കിലും റാങ്ക് ഫയൽ എടുത്ത്, ഏതെങ്കിലും ഒരു റാങ്ക് ഫയലോ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ബാങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ള എന്തെങ്കിലും എടുത്ത് നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയസിലൂടെ പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മളെപ്പോഴും ഒരു ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കുന്നിടത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. മറ്റേത് പഠിക്കാനൊക്കെ പറ്റും. ഇപ്പം എൻ്റെ ഈ ക്ലാസ്സൊക്കെ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നല്ല. പക്ഷെ എപ്പോഴും ഒരു റാങ്ക് ഫയലോ ഒരു PYQ ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ എടുത്തിട്ട് അതൊരു 4 അല്ലെങ്കിൽ 6 മണിക്കൂർ, അതിൽ കൂടുതൽ വേണ്ട. 4 മണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ ചിലർക്കങ്ങ് പെട്ടെന്ന് ബോറടിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് 1 മണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ ബോറടിക്കും. പക്ഷെ അതൊന്നും നോക്കരുത്. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം 4 മണിക്കൂറെങ്കിലും പറ്റാവുന്നവർ ഒരു 6 മണിക്കൂറെങ്കിലും മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ ഡെയിലി കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും പഠിക്കുക. അത്രയും എല്ലാ ദിവസവും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ശനിയും ഞായറും പഠിക്കേണ്ട. മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഈ 4 അല്ലെങ്കിൽ 6 മണിക്കൂർ ഒരു റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുക. അത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലാകുമ്പോൾ കുറേ ടിപ്സൊക്കെ കാണും. ഇപ്പോൾ തൊഴിൽ വാർത്തയിലൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതലായിരിക്കും. അതിനേക്കാളും കുറച്ചുകൂടി ടിപ്സൊക്കെ ഇട്ടായിരിക്കും മാത്സ് ക്ലാസ്സൊക്കെ വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ ആണെങ്കിലും തൊഴിൽ വാർത്തയിലുള്ളതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടൊക്കെ നമ്മൾക്കൊരു ക്ലാസ്സൊക്കെ കേട്ട് കണ്ടൊക്കെ പഠിക്കുമ്പോൾ ഓൺലൈനിലൂടെ പഠിക്കുമ്പോൾ അത് കുറച്ച് യൂസ്ഫുള്ളാണ്. പിന്നെ ഇതാണെങ്കിലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിലും ഒന്ന് വായിച്ചിട്ട് ഓൺലൈൻ ഇപ്പോൾ എൻ്റെ ഇതുപോലെയൊക്കെ ഉള്ള ക്ലാസ്സുകളുണ്ട് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓർമ്മയിൽ കൂടുതലായിട്ട് നിൽക്കും. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഇത് തന്നെ എടുത്ത് നിങ്ങളുടെ നോട്ട്സ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഇന്ന് വരെ പഠിക്കാത്തവരെ നാളെ തൊട്ടെങ്കിലും പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.